തൃശൂർ ചാവക്കാട് ദേശീയപാത 66 വിള്ളൽ എന്നാണ് സൂരജ് അറിയിക്കുന്നത്. മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിൽ ടാറിട്ട ഭാഗത്താണ് വിള്ളലുണ്ടായിരിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പ്രചരിച്ചതോടെ രാത്രി തന്നെ അധികൃതർ സ്ഥലത്തെത്തി ടാറിട്ട വിള്ളൽ അടയ്ക്കുകയുണ്ടായി. സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഉണ്ടായ ആ ഒരു പ്രശ്നം, അതും ദേശീയപാതയിൽ വിള്ളൽ തന്നെയായിരുന്നു. അതിൽ ആശങ്കയുണ്ട് ജനങ്ങൾക്കെല്ലാം തന്നെ. അതിനോടൊപ്പം ഈ വാർത്ത കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ആ ആശങ്ക കൂടുകയും ചെയ്യും. ഇതിപ്പോൾ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ആ വിള്ളലിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മലപ്പുറത്തെ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ചാവക്കാടും വലിയ ആശങ്ക രൂപപ്പെട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ മണത്തലയിൽ മേൽപ്പാലത്തിന് ഭാഗത്താണ് ഇപ്പോൾ ഈ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. 50 മീറ്റർ ദൂരത്തിൽ ഈ വിള്ളൽ കാണുകയായിരുന്നു. സ്വാഭാവികമായി ഇപ്പോൾ ഈ മഴ ശക്തിപ്പെട്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഈ വിള്ളലിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുകയാണെങ്കിൽ ഈ പാലം ഇടിയുന്നതിനടക്കം സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പാലത്തിൽ ഇത്തരത്തിലൊരു വിള്ളൽ കാണുന്നതും പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുമായിരുന്നു. ഇതോടുകൂടി ഈ നിർമ്മാണ കമ്പനി അധികൃതർ എത്തി ടാറിട്ട് താൽക്കാലികമായി ഇത് അടയ്ക്കുകയും ചെയ്തു. പക്ഷേ ഒരു മാസം മുമ്പ് ഈ മേൽപ്പാലത്തിൽ നിന്ന് ഈ ക്രെയിൻ താഴെ വീണ്, അന്നും ഈ മേൽപ്പാലത്തോട് ചേർന്ന മണ്ണിടിഞ്ഞാണ് ക്രെയിൻ താഴെ വീഴുന്നത്. അന്ന് അപകടമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ വിള്ളൽ കാണുന്നു. ഇതെല്ലാം തന്നെ വലിയ ആശങ്കയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ മേൽപ്പാലം ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല. നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന മേൽപ്പാലമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ നമ്മൾ ഈ രാത്രിയിൽ തന്നെ അത് അടയ്ക്കുക എന്നതിലുപരിയായി ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്താണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതെന്ന് കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം, വിശദമായി പരിശോധിക്കണം.